കണക്കൊല്ലം കുളത്തൂപ്പുഴ എണ്ണപ്പന എസ്റ്റേറ്റിലെ തീപിടുത്തത്തിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ 75 ഏക്കറിലധികം പ്രദേശത്ത് തീ പടർന്നെന്ന് പ്രാഥമിക വിലയിരുത്തൽ. പൂർണ്ണമായും കത്തിനശിച്ചവയുടെ കണക്കെടുപ്പ് ഇന്ന് നടക്കും. തീപിടുത്തത്തിൽ പുനലൂർ RDO അന്വേഷണം നടത്തും. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ടോ? വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടക്കാൻ പോകുന്നു. വിശദാംശങ്ങൾ എന്താണ് സലീം മാലിക്? റിജിത്ത്, സമഗ്രമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നുള്ളതാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പുനലൂർ RTO ഇക്കാര്യം നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒരു പ്രാഥമിക കണക്കെടുപ്പും പ്രകാരം തന്നെ 15,000-ലധികം എണ്ണപ്പനകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാഥമിക കണക്കെടുപ്പ്. അതിനുശേഷം ഇന്ന് അതിൻ്റെ വിശദമായ കൃത്യമായ കണക്കെടുപ്പ് ഇന്ന് നടക്കും. 75 ഏക്കറിലധികം ഭൂമി കത്തി നശിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൃത്യമായ കണക്കെടുപ്പാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിലൊരു ദുരൂഹത സ്വാഭാവികമായും തുടക്കം മുതൽ തന്നെ പറയുന്നതാണ്. ആ ദുരൂഹത ആ നിലയിൽ തന്നെ ഉണ്ടോ എന്നുള്ളതുൾപ്പെടെയുള്ള കാര്യങ്ങളാകും അന്വേഷിക്കുക. എന്തായാലും വലിയ തിടുക്കപ്പെട്ടുകൊണ്ടുള്ള ജോലികൾ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവിടെ ഈ താഴെ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഓലകൾ അത് ഇവിടെ നിന്ന് മാറ്റാറോ നീക്കം ചെയ്യാറോ ഇല്ലായിരുന്നു. അതൊക്കെ ഇപ്പോൾ മാറ്റുന്ന ജോലികളിലേക്ക് ഓയിൽ പാം ലിമിറ്റഡ് കടന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓലകളൊക്കെ തറയിൽ കിടക്കുന്നത് മൂലം തന്നെ വലിയ നിലയിൽ നാശനഷ്ടം ഉണ്ടാവുകയും തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കൂടുകയും ചെയ്തിരുന്നു. അത് അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ കുളത്തൂപ്പുഴയിലെ ഈ ഫാം നിൽക്കുന്ന സ്ഥലത്ത് പ്രദേശത്ത് ഡാലി വാർഡിലെ വാർഡ് മെമ്പറാണ്. ചേട്ടാ, ഈ ഇവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായി, അതിലൊരു ദുരൂഹത ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ താങ്കൾ സംശയിക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പോൾ ഒരു വലിയ അത്യാഹിതമാണ് സംഭവിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് ഈ വലിയ തോതിലുള്ള നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എങ്കിൽ പോലും ഇവിടെ പൊതുവേ ഒരു സംസാരമുള്ളത് ഇതിൻ്റെ പുറകിൽ കഴിഞ്ഞ വർഷം സമാന രീതിയിലുള്ള ഒരു തീപിടുത്തം ഉണ്ടായി. പക്ഷേ ഇത്ര വലിയ തോതിലുള്ള തീപിടുത്തമല്ല, ചെറിയ തോതിലുള്ള തീപിടുത്തമായിരുന്നു. ആ തീപിടുത്തത്തിൻ്റെ പുറകിൽ ചില കഥകൾ പറയുന്നുണ്ട്. ഇതിനകത്തെ കുറുന്തോട്ടി പിഴുത് വിറ്റതുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകളും അതിന് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് തന്നെ നടപടിയെടുക്കുകയും ചില ജീവനക്കാരെ ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ നാട്ടുകാർ സംശയിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴുണ്ടായ തീപിടുത്തത്തിൻ്റെ പുറകിലുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നു. കാരണം വലിയ ഒരു മേഖല മുഴുവൻ കത്തി നശിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് പുതിയ 2ാം വർഷ പ്ലാന്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു ഹെക്ടറിൽ 140 പനകൾ വരെയാണ് നടാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ ഈ പറയുന്ന 2-3 കുന്നുകൾ മുഴുവൻ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി നമുക്കതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇത് മൊത്തത്തിൽ 390-400 ഹെക്ടറാണ് ഈ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പിറകിലുള്ള എന്തെങ്കിലും ദുരൂഹതകളുണ്ടെങ്കിൽ സമഗ്രമായ അന്വേഷണം വേണം. ഫോറസ്റ്റിലേക്കും തീ പടർന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു, മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക്. അതും അന്വേഷിക്കുമെന്ന് അവർ പറയുന്നു. എന്തായാലും ഇത്രയും വലിയൊരു നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ ഇതിന് സത്യസന്ധമായൊരു അന്വേഷണം തീർച്ചയായിട്ടും ആവശ്യമാണ്. അങ്ങനെ തന്നെയാണ് റിജിത്ത്. അതായത് ഇവിടുത്തെ നാട്ടുകാരുടെ ഉൾപ്പെടെ ആവശ്യമാണ്. എന്തായാലും അത് സ്വാഭാവികമായി പടർന്ന തീയാണെങ്കിൽ അങ്ങനെ, അതല്ല അബദ്ധത്തിൽ സംഭവിച്ചത്. 15,000-ലധികം എണ്ണപ്പനകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം, തീപിടുത്തത്തിൽ പുനലൂർ RDO അന്വേഷണം നടത്താൻ പോവുകയാണ്. ദുരൂഹത സംശയിക്കുന്നുണ്ട്, അതിലൊരു വ്യക്തത വരട്ടെ അന്വേഷണത്തിലൂടെ. സലീം മാലിക് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.